മാമച്ച പൈസ വേണ്ട, നീ വെച്ചോ. വലിയ എന്റെ അപ്പനെ കുറെ വലിപ്പിച്ചല്ലേ. നീ നാട്ടുകാരെ പറ്റിക്കുന്ന പോലെ ഈ പിള്ളേരെ പറ്റിക്കല് നടക്കത്തില്ല എന്റെ മാമച്ച. നിന്റെ കുറച്ചെങ്കിലും ഗുണം അവറ്റകൾക്ക് കിട്ടാതിരിക്കത്തില്ലല്ലോ. തള ചത്തില്ലേ? എന്തിനാ 30 രൂപ കൊടുക്കാൻ പോയത്? പിടിപ്പില്ലാത്ത മനുഷ്യൻ. ഈ തള്ള എന്താണ് പറയണത്? അവരെ കൂടി കൊണ്ടുപോയി പുള്ളി എന്താ വീക്കാലാക്കി ടൂർ പോവാണ്. എനിക്കൊന്നും വേണ്ട, കണ്ടു പഠിച്ചു കിടപ്പ് അടുത്ത് തന്നെ കിടക്കേണ്ടതാ. ഇവിടെ ഒരു മൂത്ത് നരച്ച് മൂക്കി കൂടെ പല്ലി ഇറങ്ങി നിൽക്കുന്നു. ഏതായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നമുക്കിതൊന്ന് വെഞ്ചരിച്ചാലോ? ആദ്യം ഇത് സഞ്ചരിക്കോ നോക്ക്, എന്നിട്ട് വെഞ്ചരിക്കാം. പാട്ടുകാരിയാണെന്നാ പറഞ്ഞേ. രാത്രി പാട്ടൊക്കെ കേട്ട് കിടന്ന് ഉറങ്ങാം. പാട്ട് കേൾക്കാനാണ് എനിക്ക് ടേപ്പർ കോഡ് പിടിച്ച പോരെ. എന്നാ പറ്റി? അടിപൊളി. പാപ്പറ്റ കാറ്റ് പോയി നോക്ക്. എന്നാ പറ്റി? അയ്യോ, കാലെന്ന് മുറിഞ്ഞതാ, കുപ്പിച്ചില് കൊണ്ടുകാണെന്നാ തോന്നുന്നു. നോക്കട്ടെ. ഇത്ര കടിച്ച് പാമ്പിനെ കിട്ടി വിഷവർക്കായിരുന്നു. കിട്ടുവോ? വിളിച്ചു നോക്ക്. കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്ത് ഇതേ കാല് എന്റെ അമ്മാവൻ കുപ്പിച്ചിലും കൂടെ അത്താഴം കഴിച്ച് കിടന്ന പിറ്റേന്ന് വൈകിട്ട് അടക്കാൻ. അതെ, ഈ എനിക്ക് പറ്റുന്ന ഫാമിലി ആണോടാ? തന്ന ചെറ്റിയാന്ന് പറഞ്ഞല്ലേ. ചാച്ചനോ? ഈ കെട്ടാൻ പോകുന്ന കൊച്ചിന്റെ അപ്പനെ ചാച്ചാന്നല്ലേ വിളിക്കുക? ഓഹോ, അപ്പൊ നീയാണോ കേട്ടാൻ പോകുന്നേ? ജിലേബി മാത്രം എടുത്തോളൂ പൊട്ട. അച്ഛ പയലെടുത്തെറിഞ്ഞില്ലേ? നിനക്കെന്നാടാ ഒരു സന്തോഷമില്ലാതെ? സന്തോഷിക്കുന്നിട്ട് അപ്പച്ചത്തൊന്നുമില്ല. ലെതറിന്റെയാ? ലെതറല്ല, ഖദർ. നേരെ അങ്ങോട്ട് വരുവാ ചേട്ടാ. 2 ശാസ്ത്രമംഗലം. ബസ്സല്ല, ഓട്ടയാ. മാമച്ച, പോകുന്ന വഴി ആ തലസ്ഥാനം ഒന്ന് കാണിച്ചു തരുമോ? ആ സ്ഥാനം റൂമിൽ ചെന്നിട്ട് കാണിച്ചുതരാം. നോക്ക്. ആ, ഇതാണല്ലേ ചൈന ഗേറ്റ്? ഇന്ത്യ ഗേറ്റ്. ഗേറ്റിലാണ്, മതിലൊന്നുമില്ലല്ലോ. ഒന്നും മിണ്ടായിരിക്കോ? പറഞ്ഞ മാതിരി മതിലില്ലല്ലോ. ആ, കണ്ടോ? ഡൽഹി ആകെ മാറിപ്പോയല്ലോ. അതിന് നീ ഡൽഹി ഉണ്ടല്ലോ. എങ്ങനെ? ന്യൂഡൽഹി സിനിമയില്. തലസ്ഥാനം ഒന്നുകൂടെ കാണണം. ഏയ്, ആ സ്ഥാനം എനിക്ക് കാണണ്ട.